എന്ത് മീനൊക്കെ? ചാളയാ? എന്താ വില ചാളക്ക്? ചാളക്കാ? ചാളക്ക് എന്തായാലും പടയ്ക്കണ ചാള ഇട്ടാ. ചാളക്ക് 300 രൂപ, ചെമ്മീന് 150 രൂപ ഉള്ളു ഒരു കിലത്തിന്. അപ്പൊ ചെമ്മീൻ വെച്ചാൽ ചാളയൊക്കെ കൂട്ടിയപ്പോ മുതലിക്കില്ല. പണക്കാര് കൊടുന്ന മീനായിപ്പോ. അപ്പൊ ചാള മേടിച്ചാലും ഡിമാൻഡ് ഉള്ളു. എന്താ പറയാ, നമ്മള് മറ്റു മീൻ പഠിക്കാൻ മുമ്പ് ചാള മേടിച്ച ആൾക്കാർ നോക്കുന്നേ. ആള് ചാള ചാളക്കാരനല്ല ഇതേ. ഇപ്പൊ പഴയ പോലെ ഇത് ഇപ്പൊ പൈസക്കാര് കൂട്ടുന്ന മീനായി ഇപ്പൊ ചാള. ചാളക്ക് 300 രൂപ, ചെമ്മീന് 150 രൂപ. 150. അപ്പൊ ഭയങ്കര മാറ്റം വന്നു. നമ്മളൊക്കെ പണ്ടൊക്കെ ചാള മേടിച്ചിട്ടുണ്ടെങ്കില് ഒരു മനുഷ്യൻ അടുപ്പിക്കൂല. ചാള കൂട്ടണം, ആരൊക്കെ നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പണ്ട് നമ്മൾ കൊടുക്കി ഇന്നത്തെ പറയാ തെങ്ങിനൊക്കെ വളമായിട്ട് പോയിരുന്ന സാധനമാണ് ചാള. ഇപ്പൊ പൈസക്കാര ഭക്ഷണമായിട്ട് മാറി. ചാളയുടെ കാലം പോയ പോക്കേ നല്ല കാലം വന്നു. എന്ന പോലെ നമുക്കും ഒരു നല്ല സമയം വരും. ഓ, നല്ല അടിപൊളി ചാള, നല്ല ഫ്രഷ് ചാള. നല്ല ഫ്രഷ് ചാള. നമുക്ക് സാധാരണ അത് നമ്മൾ സാധാരണ മുളക് കിട്ടല്ലോ, ചാള തേങ്ങ വെക്കാറില്ല. ഇന്നിപ്പോ അങ്ങനെ ചെയ്യണത് നമുക്ക് സാധാരണ ഹോട്ടലിൽ വെക്കണ ഇതില്ലേ, സവാള തക്കാളിയൊക്കെ ഇട്ടിട്ട്. നമുക്ക് സാധാരണ മീനൊക്കെ വെക്കുമ്പോൾ ചെറുള്ളി ഇടാറ്. നമുക്ക് സവാള തക്കാളിയൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ടി മീൻ കറി എന്നുവെച്ചാൽ തട്ടിക്കൂട്ടല്ല, ഹോട്ടലിലൊക്കെ ഉണ്ടാക്കണ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നല്ലോ. ചാളയൊരു സാധനം കളയണില്ല കേട്ടാ. എടുക്കണ്ട, കുടലെടുക്കാനല്ല, കുടല് കളയോ. പക്ഷെ തലയൊന്നും കളയാനില്ല, വലിഞ്ഞ് ഉണ്ട്, നല്ലോണം വലിഞ്ഞിട്ടാ. നല്ല ഫ്രഷ് ചാളാണ് ഞാൻ മേടിച്ചതാ. അല്ലെങ്കിൽ ആറിന് ഇത്രയും വില കൊടുത്ത് മേടിക്കുന്നത് ഈ ചാള. ചാള എന്തായാലും ചാള തന്നെ, എന്താ വില കൂടിയാലും. പക്ഷെ ഇന്ന് മീനിന്റെ കാലത്ത് പോയപ്പോ എല്ലാവരും ചെമ്മീനെ മേടിക്കണുള്ളൂ. ചെമ്മീൻ അധികം ആൾക്കാർ മേടിച്ചിരുന്നില്ല. ചെമ്മീൻ വില 150 രൂപ കിലോ, ചാളക്ക് 300 രൂപ. പണ്ട് ചെമ്മീത്തിന്റെ വിലയും ചാള ഒരു 100 രൂപയ്ക്ക് മേടിച്ച ആൾക്കാർ പോയി. പണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വളമായിട്ട് പോയൊരു സാധന. അതല്ല, ചാള വീടിനകത്തേക്ക് പറ്റൂല, മാറിപ്പോന്നിട്ട്. ഇപ്പൊ ചാള രാജാവായി. ചാള 10 രൂപയ്ക്കൊക്കെ മേടിച്ചായിരുന്നല്ലേ. അതല്ല, എന്ന പോലെ നമുക്കും വരും ഒരു നല്ല ദിവസം. നല്ല കാലം വരും ചാളയുടെ പോലെ നമുക്കും വരും. ഇപ്പൊ ഇത് എന്താ ആവശ്യമില്ലല്ലോ, ഞാൻ ചെയ്താൽ മതി. കാരണം ഞാൻ സവാള തക്കാളിയൊക്കെ വേണമെങ്കിൽ ശരിയാക്കണം. അതൊക്കെ അരിഞ്ഞുതരാം. അത് കഴിഞ്ഞ കറി ശരിയാക്കാം. ഇത് പെണ്ണല്ലേ, പെൺചാള. എനിക്കറിയട്ടെ അതിനെ കുറിച്ചിട്ട്. പെണ്ണിന്റെ ആണ് എന്തെങ്കിലും കേസ് എനിക്കറിയില്ല. അല്ല, പലിഞ്ഞ് എങ്ങനെയാ, ചുമന്ന പലിഞ്ഞാകുമ്പോ എങ്ങനെ അറിയില്ല. അറിയാത്ത ചോദിച്ചേ, എനിക്കറിയില്ല. അതെന്തായാലും അറിഞ്ഞൂടാ. അറിയണവര് പറഞ്ഞു തരട്ടെ അല്ലേ. അപ്പൊ നമുക്ക് തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, ഇത് നാളികേരം ചണ്ടിയത്. നാളികേരം ചേർക്കണം, നന്നാക്കി വെച്ചിട്ട് ചേർക്കണം. സവാള കഴിഞ്ഞതാ.
4 വലിയ ചാള എടുത്തിട്ട് വറക്കണം കേട്ടോ. ഒരു ചാള 2 പീസല്ലേ? 2 പീസ്. 2 അല്ല 3 പീസ് ആക്കണത്. 3 പീസ് ആയിക്കൂടെ? ഈ സാധനം കറി വെച്ചാലും കഴിക്കില്ലട്ടാ കാര്യമായിട്ട്. കറി വെച്ചാൽ കഴിക്കില്ല. ഇത് വറക്കാനാ? ഇത് വറക്കാം. മീൻ മുറിക്കുമ്പോഴേ ശരീരത്തിൽ കൃന്നിനെ വരുന്ന പോലെ. കത്തിരതുകൊണ്ടേ പേടിച്ചിട്ടത് കത്തിയുള്ള വഴി പഞ്ഞി മുറിയൊന്ന് പേടിച്ചിട്ട് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി. ഞങ്ങൾക്ക് അധികം വേണ്ട, താളിക്കുമ്പോൾ ഒഴിക്കുമല്ലോ. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ഇടാം. 2 സ്പൂൺ മല്ലിപ്പൊടി വേണോ? അപ്പൊ നമ്മളിത് ഇഞ്ചി, പച്ചമുളക്, സബോള എല്ലാം ചട്ടിയിലിട്ട് വേപ്പില, ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമൂലേ. എന്നിട്ട് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരുമ്മിട്ട് തേങ്ങ അരച്ചതേ കളിക്കാൻ മതി. കുറച്ച് മതി തേങ്ങ അരയ്ക്കാൻ. തക്കാളി ഉടഞ്ഞു പോവും അധികം തിരുമ്പി. നമ്മളിപ്പോ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് ലേശം ഉപ്പും വെളിച്ചെണ്ണ വെച്ച് തിരുമ്മി. അപ്പോൾ അതിലിത് ഇത്രയും പുളി ഇട കേട്ടാ, കുടപ്പുളി. എന്നിട്ട് ഒന്നുകൂടി അങ്ങോട്ട് പിടിച്ച് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് തിരുമ്മി പിടിപ്പിക്കുക അല്ലേ? ആഹാ, എന്താ മണം. ഞരപ്പ് പരപ്പ കൂട്ടി തിരുമ്മി ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. തിളച്ചതിന് ശേഷം മീനിടും. ഇതാണ് നമ്മുടെ മീൻ കറി, ഹോട്ടൽ സൈസ് മീൻ കറി. തിളക്കട്ടെ, തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇട്ടാൽ മതി. അപ്പോഴേക്കും ബാക്കി പണി നോക്കാം. അപ്പോൾ നാളേക്ക് വറക്കാനായിട്ട് ഉപ്പും മുളകും തേച്ച് വെച്ചു. തിളച്ചൂലോ, മീൻ ഇട്ടോ. മീൻ കഴുകുക. സവോളയൊക്കെ ഇട്ടപ്പോഴേ നല്ല മണല്ലേ തിളച്ചപ്പോൾ. ഈ ഹോട്ടലിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറുള്ളി അവർ ഇറക്കൂല, സവാള തക്കാളിയൊക്കെ ഇട്ടിട്ട് അറിഞ്ഞിട്ടുള്ളൊരു കറി, നീട്ടിയൊരു നാളികേരം വെച്ചിട്ടൊരു കറി. സാധാരണ ഹോട്ടൽ ഇട്ടാ, സാധാ ഹോട്ടൽ. അങ്ങനെ അതിന് കിട്ടി കഴിഞ്ഞ് വറുത്തല്ലേ? വറുത്ത് നോട്ടിക്ക് പൊട്ടുന്നുണ്ട്. തിളച്ചും ഇനി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. മീൻ അധികം വേവില്ല. കുറവുണ്ട്. മീൻകറി റെഡിയായി.
നമുക്ക് താളിക്കാം. അങ്ങനെ മീൻകറി അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ മീൻകറി റെഡി ഉണ്ട്. അത് റെഡി. ഓ എന്താ കിടക്കണ കിടപ്പ്, പൊന്നിൻ്റെ വിലയും. അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ മീൻകറി റെഡി ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മീൻകറി എല്ലാവരും വയ്ക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചേക്കണതാണ്. ഇതേ സ്റ്റൈലിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമല്ലേ? നമുക്കറിയണ പോലെ നമ്മളുണ്ടാക്കി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.